Hello friends, it's me Shabir Mallu Karper in the പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി പ്രോജക്റ്റ് ആണ്. തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ ഇന്ന് ഒരു ടേബിൾ ടോപ്പ് ലാമ്പ് ആണ് ഉണ്ടാക്കുന്നത്. ടേബിൾ ടോപ്പ് ലാമ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പോഴത്തെ കാലത്ത് ടേബിൾ ടോപ്പ് ലാമ്പ് എന്തിനാണ്? കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ ഡയറി എഴുതുന്ന ആളുകളില്ല. അതുപോലെ വായിക്കുന്ന കാര്യങ്ങളാണല്ലോ അതും സ്മാർട്ട് ഫോണിലോടും. ഇപ്പോൾ ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് എല്ലാ വായനയും എഴുത്തും കാര്യങ്ങളെല്ലാം സ്മാർട്ട് ഫോൺ ടാബ്ലറ്റിലൂടെ ഒക്കെ ആയതുകൊണ്ട് ടേബിൾ ലാമ്പ് ഇപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല. പിന്നെ എന്തിനാണ് ഈ ടേബിൾ ലാമ്പ് എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു ഹോം ഡെക്കർ പീസ് ആയിട്ടുള്ള വളരെയധികം നല്ല ഭംഗിയിലുള്ള ഒരു ടേബിൾ ലാമ്പാണ്. നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ഇതൊരു ചെങ്ങലിൻ്റെ രൂപത്തിൽ വന്നത് എന്ന്. ചെങ്ങലിൻ്റെ രൂപത്തിൽ നമ്മൾ ആക്കിയെടുത്തതല്ല, നമ്മൾ ചെങ്ങല കൊണ്ടാണ് ഈ ഒരു ടേബിൾ ലാമ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ലാമ്പ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലാമ്പിന് വേണ്ടിയുള്ള ചെയിൻ ഇവിടെ റെഡിയാണ്. അതെല്ലാം നമ്മൾ വെൽഡ് ചെയ്തെടുക്കാൻ പോകണം. അതിനുള്ള വെൽഡിങ് എക്യുപ്മെൻറ്റ്സ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഞാൻ എടുത്തിട്ടുള്ള ഒരു പേപ്പർ റോളാണ്. അതായത് നമ്മൾ ഈ കാർപ്പറ്റിൻ്റെയും അലുമിനിയം ഫോയിലിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന ഒരു വേസ്റ്റ് റോളില്ലേ, ആ റോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനത്തെ റോളാണ് എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും PVC പൈപ്പ് എന്ത് വേണമെങ്കിലും ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്നും ഷേപ്പിലൂടെ നമ്മൾ എങ്ങനെയാണ് വെൽഡ് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളുടെ ലാമ്പിന് വേണ്ടിയുള്ള ചെയിനൊക്കെ നമ്മളിവിടെ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിൽ ഈ ചെറിയ റിങ് ഉണ്ടല്ലോ, ഈ റിങ് നമുക്ക് ഇതിൽ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലൊരു മെറ്റൽ പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. സ്ക്വയർ പൈപ്പിൻ്റെ ബേസിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. നമ്മളിതിന് മുമ്പത്തെ പ്രാവശ്യം ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വാട്ടർ പ്ലാന്റിൻ്റെ സ്റ്റാൻഡ്. അന്ന് നമ്മൾ അത് ഒരു സ്റ്റാൻഡിലേക്ക് ഘടിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ബേസ് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്ത സെയിം മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ വാട്ടർ പ്ലാന്റിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇതും കൂടി ഒന്ന് വെൽഡ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലാമ്പിനുള്ള ചെയിൻ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിലേക്ക് കൊടുക്കാനുള്ള പ്ലേറ്റും നമ്മൾ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ ബേസ് നമ്മൾ മരത്തിലാണ് ചെയ്യുന്നത്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബേസ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഇത് കംപ്ലീറ്റ് ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മളെ ലാമ്പ് നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞ് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ടൊരു ബേസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു മരത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, ഒരു വേസ്റ്റ് കട്ടിങ് പീസ് എന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് നമുക്ക് സാൻഡ് ചെയ്തൊന്ന് ഒരു നല്ല വൃത്തിയുള്ള പീസാക്കി എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വുഡൻ പീസ് നമ്മൾ നല്ല സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് കറക്റ്റ് സൈസിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബേസിന് വേണ്ടിയിട്ടുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ ലാമ്പ് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്കിതിന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എൻഗ്രേവ് ചെയ്തെടുക്കണം. ആ എൻഗ്രേവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എല്ലാ വക്കുകളും നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ ലാമ്പിൻ്റെ ബേസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ നമ്മളെ ലാമ്പിൽ അടിച്ച അതേ പെയിൻറ്റ് തന്നെയാണ് ഞാൻ ഇതിന് അടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലേക്കോ അല്ലെങ്കിൽ നല്ല ക്ലിയർ ഫിനിഷുള്ള ഏതും വേണമെങ്കിലും നിങ്ങൾക്ക് അടിക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് തന്നെ എടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ സ്റ്റാൻഡ്, അതായത് നമ്മളെ ലാമ്പിൻ്റെ ചെയിൻ വെൽഡ് ചെയ്തുണ്ടാക്കിയ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ ബേസിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബൾബ് കൊടുക്കാനുള്ള ഹോൾഡർ ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഹോൾഡർ ഫിറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എടുക്കുന്ന ഈ ചെയിനിൻ്റെ ഉള്ളിലൂടെ എടുക്കുകയാണ്.
ഇവിടെയാണ് നമ്മൾ ഈ ലാമ്പിൻ്റെ സ്വിച്ച് കൊടുക്കാൻ പോകുന്നത്. വയറോ കറക്റ്റ് ടൈറ്റാക്കി വെച്ചെടുക്കാം. നമുക്കിതിൻ്റെ സ്വിച്ച് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് സ്വിച്ചിലേക്കുള്ള പവർ കേബിളും അതേപോലെ താഴെ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ആ ലാമ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിലേക്കൊരു ബൾബ് ഇട്ട് നോക്കാം. എന്നിട്ട് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ടേബിൾ ലാമ്പ് ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ ഈ ലാമ്പ് ഉണ്ടാക്കിയ കംപ്ലീറ്റ് വെൽഡിംഗ് വർക്കിലൂടെ ആയതുകൊണ്ട് ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെയധികം സേഫ്റ്റി എടുക്കേണ്ട ഒരു വർക്കാണ് വെൽഡിംഗ് വർക്ക്. നമ്മൾ സാധാരണ വർക്കുകളൊക്കെ എല്ലാവരും അനുകരിക്കുന്ന പോലെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യും. പക്ഷേ ഈ വെൽഡിംഗ് വർക്ക് അധികം ആളുകൾക്ക് അനുകരിക്കാൻ കഴിയാറില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല, ഇതിനെന്താ വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാകുന്ന ഒരു വർക്കാണ് ഈ വെൽഡിംഗ് വർക്ക്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് വെൽഡിംഗ് വർക്കിന് സാധാരണ വർക്ക് പോലെയല്ല, നല്ല സേഫ്റ്റി മെഷേഴ്സ് എടുക്കണം എന്നുള്ളത്. ഏതൊരു തുടക്കക്കാരനും സിമ്പിളായിട്ട് വെൽഡിംഗ് പഠിച്ച് നല്ല അടിപൊളി വർക്കുകൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായിക്കുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ ഇനി വരും വീഡിയോകളിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളാരും ആ വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഉപകാരമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.